ഹായ്, എല്ലാ കുട്ടികൾക്കും രശ്മി ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടാറ്റ ഓൾട്രോസിലെ പ്യൂർ വേരിയൻ്റാണ്. 2025 എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ടാറ്റ ഓൾട്രോസിലെ പ്യൂർ വേരിയൻ്റാണിത്. ഇപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കാണാം. അതിന് ചെയ്യാൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് LED ആണ്. താഴത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. നമുക്ക് സ്റ്റോർമെൻ്റ് ആക്സസറൈസ് ചെയ്യാം. നമുക്ക് 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. ഇനി വശങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് 16 ഇഞ്ച് അയൽസ് കാണാനായിട്ട് സ്റ്റീൽ വീലുകളാണുള്ളത്. 185 70 16 ടയർ സൈസ്. ഫ്രണ്ട് ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഞങ്ങൾക്ക് ആ ടാറ്റയുടെ ലോഗോ കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണോ വർഷങ്ങളുടെ ഇന്നൊരു ലുക്ക്. ഇപ്പോൾ ബേസ് സെൻറ്റർ ടോപ്പിൻ്റെ വരെ സെയിം ആയിട്ടാണുള്ളത്. നമുക്ക് ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ്. കീല സെൻറ്റർ വരുന്നില്ല. ഗ്ലാസ്സുകൾ പെയിൻ ഗ്ലാസ്സുകളാണ്. റെയിൻ ഗാർഡ് ആക്സസറൈസ് ചെയ്തിരിക്കുന്നതാണ്. റൂഫ് റൈൽസ് കാണുമ്പോൾ തന്നെ വരുന്നില്ല. ഈ വേരിയൻ്റിൽ സൗണ്ട് റൂഫ് വരുന്നില്ല. ഈ പ്യൂർ എസ് വേരിയൻ്റാണ് നമുക്ക് സൗണ്ട് റൂഫ് വരുന്നത്. ബാക്കിൽ നോർമൽ ആൻറ്റിനാണുള്ളത്. ഇനി ബാക്കിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളും ബാക്കിലുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈസ് ചെയ്യാം. ഞാൻ അടുക്കായിട്ട് ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗറോടെ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വരുന്നില്ല. ഈ വരുന്നത് ആൾട്രോസിന് ഒരു ബാഡ്ജിങ് കാണാം. ടെയിലൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ടാണുള്ളത്. സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് LED ആയിട്ടാണുള്ളത്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ മൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിലുള്ള വലിയ ബൂട്ടുകളാണ്. വേറെ ബൂട്ട് ലൈറ്റ് കാണുമ്പോൾ തന്നെ വരുന്നില്ല. സ്പെയർ വീല് നോക്കുവാണെങ്കിൽ 14 ഇഞ്ച് വീൽസ് ആയിട്ടാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻറ്റർ കാണുമ്പോൾ തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോപ്പ് ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ എടുത്തിരിക്കുന്നത്. ടോപ്പിലെ ബ്ലാക്ക് ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻസ് എല്ലാം ഒരു ബീച്ച് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 റോ പവർ കൺട്രോൾ. ഡ്രൈവറിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ റോഡ്സ് കാണാം. അംബ്രല ഹോൾഡർ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹാറ്റ് ഇൻസ്റ്റാൾ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സീറ്റിൽ സൈഡ് ഇവിടെ സെൻറ്റർ പോർഷൻ്റെ ഒരു ഓറഞ്ച് കളർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. ഫുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫീഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെയൊക്കെ നമുക്ക് ട്രാക്ഷൻ നമുക്ക് ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ എന്തായാലും മാറ്റിയിട്ടില്ല. ലോക്കണുള്ളൊക്കെ ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തുള്ള ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വളരെ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ താഴത്തെ പോർഷൻസ് ആംഗിളെല്ലാം ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടാറ്റയുടെ ആൾട്രോസിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്നാലും പിടിക്കാനായിട്ട് അത്യാവശ്യം സോഫ്റ്റൊക്കെ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. എവിടെ വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല വശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും വരുന്നുണ്ട്. അത് ഈ പ്യൂർ വേരിയൻ്റ് ഈ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലെതർ അബ്ഡിനല്ല നോർമൽ സ്റ്റിയറിംഗ് ആണുള്ളത്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പല വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണുള്ളത്. സ്പീഡോമീറ്റർ RPM മീറ്റർ എല്ലാം ഡിസ്പ്ലേയായിട്ട് കൊടുത്തിരിക്കുന്നു. അടുക്കൊരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് എല്ലാ ഇൻഫോർമേഷൻ ആക്കാനായിട്ടും ടയർ പ്രഷർ മോണിറ്ററിങ്, ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് ടു MT എല്ലാം കൊടുക്കാം. എല്ലാം അറിയാനായിട്ട് പറ്റും. ഇനി സെൻട്രലിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടാറ്റ പഴയ ആൾട്രോസിലൊക്കെ കണ്ട സെയിം ഇൻഫർടൈൻമെൻറ്റ് തന്നെ 7 ഇഞ്ചിൻ്റെ ഈ ടോപ്പ് ക്രിയേറ്റീവ് ആൻഡ് അക്കൗണ്ടബിൾ പ്ലസ് വേരിയൻ്റ് നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജാണ് വരുന്നത്. ഇതിപ്പോൾ 4 സ്പീക്കർ മാത്രമാണുള്ളത്. 2000 തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അഡാപ്റ്റീവ് ഗൈഡൻസോടെ റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ അടുത്തുള്ള ഫീച്ചേഴ്സും തന്നെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടാറ്റയ്ക്ക് നമുക്ക് ഹസാലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ ഓട്ടോമാറ്റിക് ക്ലൗഡ് കൺട്രോൾ യൂണിറ്റ്. ക്രിയേറ്റീവ് കണ്ടുള്ള സെയിം ടച്ച് പാനൽ തന്നെയാണ് വേണ്ടത്.
ഈ വശത്തേക്ക് വന്നാൽ നമുക്ക് 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ടൈപ്പ് 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. USB കണക്റ്റുള്ള ഓപ്ഷൻ, വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. താഴത്ത് കഴിഞ്ഞാൽ നമുക്ക് AMT ഗെയർ കാണാം. ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. സെൻറ്റർ ആമർസ്റ്റൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ഗ്രാബ് ഹാൻഡിൽ, ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണത്. എന്തുകൊണ്ടോ സ്പ്രിംഗ് ആയിട്ട് കൊടുക്കാതെ എനിക്കറിയത്തില്ല. ഓർഡർ സൈഡിൽ സംവേസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങൾ IR ആണ്. റീഡിങ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സംവേസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ ഉള്ളതായിട്ട് അങ്ങനെ തന്നെ വരുന്നില്ല. ഇതാണ് ഇൻറ്റീരിയർ ലുക്ക്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. 90 ഡിഗ്രി വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. അതാണ് ആൾട്രോസിലെ മെയിൻ അഡ്വാൻറ്റേജ്. ഡോർ പാഡ് എല്ലാം ഡുവൽ ടോൺ കളറിലാണ് വേണ്ടത്. എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പവർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് കാണുന്നത് തന്നെ വരുന്നില്ല. നമുക്ക് 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഐസോഫിക്സ് ടൈറ്റ് സിറ്റിൻ്റെ ഓപ്ഷൻ. സെൻട്രൽ ആംറസ്റ്റ് വാങ്ങുന്നത് തന്നെ വരുന്നില്ല. ഇപ്പോൾ അകത്തേക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിനാൽ പോലും ഏകദേശം ഒരു 11 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ആൾട്രോസിലെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേണ്ടി തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് ആൻഡ് ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാം എടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമുക്ക് 2 പെട്രോൾ ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. നമുക്ക് AMTയിലും മാനുവലും DCയിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. AMT അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആൾട്രോസിലെ സൺലോക്സിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ടോപ്പ് എൻഡ് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അത് നമുക്ക് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.